ട്രസ്റ്റിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട ഒരു നോവൽ എഴുതിയിരുന്നു. വലിയ കുഴപ്പമില്ലാതെ വീട്ടിൽ വീഴുന്നപ്പം മറ്റൊരു കവിത എഴുതിയിരുന്നു, ഒരു 35 എണ്ണം. അതിൻ്റെ അവതാരികങ്ങൾ എഴുതണമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ ആ പുസ്തകം പുറത്തിറങ്ങത്തില്ല എന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഒറ്റ പൈസ കിട്ടാത്തവരെ അതിൻ്റെ മുഴുവൻ തെറ്റും കണ്ടുപിടിക്കുകയും ചെയ്തതിന് ഒടുവിൽ എൻ്റെ കാര്യം ഏതാണ്ടൊക്കെ എല്ലാ അവസ്ഥയിലായിരുന്നു. എന്തായാലും സാറുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കണമെന്നുണ്ട്. നമുക്ക് ഇന്ന് ഈ സമയം കാഫോ അദ്ദേഹത്തെ ഇവിടെ വരുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹരിദാസ് സാറ്. സാറ് ഈ പരിപാടിയിൽ എന്നോട് എത്തിച്ചേരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ എത്തിച്ചേക്കാം എന്ന് തന്നെയാണ് പറഞ്ഞത്. രാവിലെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയേക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഡയറി നോക്കിയപ്പോൾ മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ട് എത്തിച്ചേരത്തില്ല എന്ന് പിന്നീട് വിളിച്ചു പറഞ്ഞു. ഞാൻ വന്ന സമയം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളുടെ കലാപരിപാടികൾ കണ്ടിരിക്കുന്നതിന് സാധിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ മേഖലയിൽ ഏതാണ്ട് കുറേ നാളുകളായി ഞാൻ നിരന്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചെവിയും ശരീരവും മാത്രം പോരാ, മനസ്സ് ഫുൾ ടൈം അല്പസമയമെങ്കിലും ഈ വേദിയിൽ കൊണ്ടുവരണം. വളരെ തിരക്ക് പിടിച്ച് നമുക്ക് പോകാൻ ധൃതിയാണെന്നറിയാം, ഇത്രയും സമയം നാം മെനക്കെട്ടുമെന്നും അറിയാം. എന്നാലും ഈ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമായി നിങ്ങളുടെ കൈകളിൽ ഇരിക്കുമ്പോൾ അവരെ ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ചേർക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യമുണ്ട് എന്നുള്ള ബോധം മറ്റാരെക്കാട്ടിലും നിങ്ങളിലുണ്ടാവണം. കഴിഞ്ഞ ദിവസം ഓഫീസിൽ ഒരു മാതാവ് ഓടി വന്നിട്ട് പറഞ്ഞത്, ഇനി ഒരു കാരണവശാലും സഹിക്കാൻ വയ്യ, സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു, തിരിച്ചെടുത്തേ പറ്റുള്ളൂ, ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഭർത്താവിൻ്റെ ഇടി കാരണം ഒരു രക്ഷയില്ല, അതിൻ്റെ ഒപ്പമാണ് ഈ കുട്ടിയെ കൂടി, ഇത് സഹിക്കാൻ പറ്റത്തില്ല, തിരിച്ചെടുത്തേ പറ്റുള്ളൂ. എത്ര വേദനയുണ്ട് എന്നുള്ളത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ. അന്തരീക്ഷത്തിലെ സാറ് നമ്മുടെ മനസ്സിലിരിക്കുന്ന എല്ലാ രംഗങ്ങളും ഒന്ന് മറന്നിട്ട് ഈ കുട്ടിയെ തിരിച്ചെടുക്കണമെന്ന് പറയുന്ന ഒരു രംഗം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കാം കേൾക്കുന്ന വാക്കുകൾ, എന്നാലും ഒന്ന് ചിന്തിച്ച് നോക്കണം. കുഞ്ഞിനെ തിരിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് വന്ന വഴിയിലൂടെ നിങ്ങളെ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി, എത്ര പ്രാവശ്യം കോടതിയിൽ പോകേണ്ടി വന്നു, എത്ര പ്രാവശ്യം കൗൺസിൽ ചെയ്യേണ്ടി വന്നു, സാമ്പത്തിക സ്ഥിതി നോക്കേണ്ടി വന്നു, എല്ലാം കഴിഞ്ഞ് ഒരു കുട്ടിയെ ആനന്ദത്തിൻ്റെ ഏറ്റവും വലിയ മുഖഭാവത്തിൽ കൊണ്ടുപോയതിനു ശേഷം ഇനി ഈ കുട്ടിയെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയില്ല, തിരക്ക് പിടിച്ച് ഓടിയപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 6 വയസ്സേ ഉള്ളൂ. 6 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിന് യാതൊരു മടിയില്ല. കാരണം വെച്ചാൽ ഇന്ന് എത്രയോ ആളുകളാണ് ക്യൂ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ ആരെങ്കിലും ചെന്ന് നോക്കിയാൽ മനസ്സിലാവും. അത്രയധികം അവൻ ആ രംഗങ്ങൾ, ഭയാനകമായ രംഗങ്ങൾ, അവൻ്റെ അമ്മയെ ഇടിക്കുന്ന രംഗങ്ങൾ, കള്ളു കുടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ബഹളം വയ്ക്കുന്ന രംഗങ്ങൾ, ഇതൊന്നുമില്ല എന്നും പറഞ്ഞ് റിപ്പോർട്ട് എഴുതി കുട്ടിയെ കൊണ്ടുപോയതിനു ശേഷം പിന്നീട് വന്ന അവസ്ഥ ഒന്നും വേണ്ട. വളർന്ന് വലുതായി 17 വയസ്സ് കഴിഞ്ഞു, 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു പ്രിയപ്പെട്ട പിതാവ് വന്നിച്ച് ഇതുപോലെ തന്നെ വന്ന് പറഞ്ഞു, ഇനി ഒരു കാരണവശാലും പറ്റത്തില്ല. തിരുവനന്തപുരത്ത് ഒരു വീടെടുത്ത് ആ കുട്ടിയെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒരു കാരണവശാലും ഈ കുട്ടിയെ ആവശ്യമില്ല. അത്രയധികം ബുദ്ധിമുട്ടിയിരിക്കുന്നു. ഇത്തരം സംഘടനകളിൽ നിങ്ങൾ അംഗമാവുകയും അവർ വിളിക്കുമ്പോൾ ഓടിയെത്തുകയും രാവിലെ മുതൽ അല്പം മെനക്കെട്ടാണെങ്കിലും നമ്മളിവിടെ ഇരിക്കുകയും ഒരു കുടുംബത്തെ പോലെ നമ്മൾ ആ ചർച്ചകളിൽ പങ്കെടുക്കുകയും പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്ത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മുമ്പോട്ട് പോയില്ലെങ്കിൽ നാളെ എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിൽ എത്തണം എന്നില്ല, വളരെയധികം ബുദ്ധിമുട്ടുളവാക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതികൾ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലൊക്കെ പങ്കെടുക്കുന്ന ഇത്തരം പരിപാടികളിൽ തീർച്ചയായിട്ടും പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അപേക്ഷ. ഗോപേട്ടൻ്റെ അമ്മ മരിച്ച് പട്ടടയിലേക്ക് എടുക്കുമ്പോൾ ശാന്തി കവാടത്തിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ഗോപേട്ടൻ 56 വയസ്സായി. ഗോപേട്ടൻ്റെ അമ്മയെ പട്ടടയിലേക്ക് എടുക്കുന്ന സമയത്ത് ഗോപേട്ടൻ അലമുറയിട്ട് കരയുകയാണ്, എൻ്റെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എന്നും പറഞ്ഞിട്ട്.
പക്വത ചെന്ന ഒരാൾ ഒരു അമ്മയോട് കാണിക്കുന്ന വാത്സല്യം കിട്ടിയ മാർഗം. മിക്കവാറും ആണുങ്ങൾ പുരുഷന്മാരൊക്കെ കുറച്ച് പക്വത, മാതാപിതാക്കളൊക്കെ മരിച്ചാൽ സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കി മാറി നിൽക്കുന്നതാണ്. പക്ഷെ ഗോപേട്ടൻ ഭയങ്കര ഉച്ചത്തിൽ കിടന്ന് കരയുകയാണ്. എൻ്റെ അമ്മയെ തീർച്ചയായിട്ടും കൊണ്ടുപോകല്ലേ, എനിക്കത് കാണാൻ സഹിക്കുന്നില്ല, ആ രീതിയിലേക്ക് എടുക്കരുത് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് ഇടപെടുന്ന ഒരു പുരുഷനെ കണ്ടപ്പോൾ മാതാവിനോട് ഇത്രയധികം വാത്സല്യം കാണുന്ന ആളുകളും ഇവിടെ ഉണ്ട്. അതും ഇത്തരത്തിലുള്ളവർ തന്നെയാണ്. ആ രീതിയിലേക്ക് കുഞ്ഞുങ്ങളെ വളർത്തണം. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാഠം പഠിപ്പിച്ചു കൊടുക്കണം. നാളെ അവർ ഭാവിയുടെ ഏറ്റവും നല്ല വാഗ്ദാനങ്ങളായി മാറണം. നിരന്തരം എവിടെ ക്ലാസ് ഉണ്ടോ ഇത്തരം പരിപാടികൾ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം. കുട്ടികളെ എടുക്കാൻ വരുന്ന സമയത്ത് നമുക്കൊരു വാക്ക്, അതിനുശേഷം നമ്മൾ ഇത്തരം സംഘടനകളിൽ പോകാൻ പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയും വളരെയധികം പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ മരിച്ച വീട്ടിൽ പോകേണ്ട ആവശ്യങ്ങളുണ്ട്, ബന്ധുക്കളുടെ കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ മുടക്കി പോകുമ്പോൾ നാളെ ഒരു പ്രശ്നം വന്നാൽ ഇത്തരം രീതിയിൽ മാത്രമേ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. കോടതികളിൽ പോയി കയറിയിറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നും പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഒരു കാര്യവും എന്നെപ്പോലെ ഒരാൾക്കില്ല. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും, പരിപാടിയെ ഒരുപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാം നാളെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സാർ പറഞ്ഞതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഒരാളെ ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങളെ കാണാൻ സാധിച്ചതിലുള്ള നന്ദി ക്രോഫോർഡ് സംഘടനയോടും അതിൽ ബന്ധപ്പെട്ട ഭാരവാഹികളോടും അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നന്ദി.